വർഷം 2014. അന്ന് അമേരിക്കയിലെ ഓറിഗോണിലെ ഒരു ചെറിയ പട്ടണത്തിലെ ഷെരീഫും ഏതാനും പോലീസുകാരും ഇടത്തരം വലിപ്പമുള്ളതും ഏകദേശം 20 ഏക്കർ വിസ്താരവുമുള്ള ഒരു പന്നി ഫാമിലേക്ക് തിടുക്കത്തിൽ പുറപ്പെട്ടു. ആ ഫാം മുഴുതും മറിച്ചവർ പരിശോധിച്ചു. ഒരു മനുഷ്യൻ അടുത്ത കാലത്തായിട്ട് കാണാതായെന്നും അയാൾ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ആ തിരച്ചിൽ. അവർ സംശയിക്കുന്ന ഏതാനും സ്ഥലങ്ങളുടെ ലിസ്റ്റിൽ ഈ പന്നി ഫാമും ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ തിരച്ചിൽ തുടങ്ങി. അധിക സമയമൊന്നും അവർക്ക് അവിടെ ചെലവഴിക്കേണ്ടി വന്നില്ല. ഒരു ഡെപ്യൂട്ടി ഫാമിലൂടെ അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാണപ്പെടുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ അല്പം മാറിയിട്ട് നിലത്ത് എന്തോ ഒന്ന് കിടക്കുന്നത് കണ്ടു. ആദ്യ കാഴ്ചയിൽ അത് എന്താണെന്ന് അയാൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അതിൻ്റെ അടുത്തേക്ക് നടന്നു. അപ്പോൾ കാഴ്ച വളരെ വ്യക്തമായി. അതൊരു ബാഗാണ്. അയാൾ മെല്ലെ അതിൻ്റെ സിബ് തുറന്നു. അതിൻ്റെ ഉള്ളിലെ കാഴ്ച കണ്ടതും ആ ഡെപ്യൂട്ടിക്ക് തൻ്റെ രക്തം തണുത്തുറയും പോലെ തോന്നി. അയാൾ ഉടനെ ഒച്ച ഉയർത്തി മറ്റുള്ളവരുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അതിൻ്റെ അടുത്ത ദിവസം രാജ്യമാസകലം പുറത്തിറങ്ങിയ പത്രങ്ങളിൽ ഈ കണ്ടെത്തൽ ഒരു ഹെഡ്ലൈൻ വാർത്തയായിട്ട് മാറി. ഒരു ചെറിയ പട്ടണത്തിൽ നടന്ന ഞെട്ടിക്കുന്ന കുറ്റകൃത്യത്തിന്റെ നാൾവഴികളായിരുന്നു പത്രങ്ങളിൽ അച്ചടിച്ചു വന്നത്. എന്നാൽ ആ പത്രങ്ങളിലെ വാർത്ത വായിച്ച ജനങ്ങളിൽ പലരും മറ്റൊരു കാര്യം കൂടി ചെയ്തു. അവർ വായിൽ വിരലിട്ട് ഛർദ്ദിക്കുവാൻ തുടങ്ങി. അതും തൊണ്ട പൊട്ടി ചോര ഒഴുകും വരെ. കഥയിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ ഡാർക്ക് ഹിസ്റ്ററി, മിസ്റ്ററി, ഹണ്ടിങ്, റിയൽ ക്രൈം അങ്ങനെ തുടങ്ങിയ ജോണറിലുള്ള കഥകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത്. നമുക്കിവിടെ കൂടാം, കഥകൾ പങ്കുവയ്ക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുക. ഇന്നത്തെ കഥയിലേക്ക് നമുക്ക് കടക്കാം. അമേരിക്കയിലെ ഒട്ടുമിക്ക ആളുകളുടെയും മാനദണ്ഡങ്ങൾ അനുസരിച്ച് നോക്കിയാലും സൂസൻ മോണിക്കയുടെ ജീവിതം വളരെ മികച്ചതായിരുന്നു. അവൾക്ക് ചെറുതെങ്കിലും ആത്മാർത്ഥതയുള്ള ഏതാനും അടുത്ത സുഹൃത്തുക്കളുണ്ട്. നല്ലൊരു പ്രൊഫൈലും അവൾ നേടിയെടുത്തിരുന്നു. 1948 ജൂലൈ 8 കാലിഫോർണിയയിലാണ് സൂസൻ ജനിച്ചത്. വിയറ്റ്നാം യുദ്ധകാലത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവിയിൽ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ഒരു എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തു. പേര് കേട്ട ഒരു എഞ്ചിനീയറായിരുന്നു സൂസൻ. ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ നഗരങ്ങളിൽ ഒന്നായ സാൻ ഫ്രാൻസിസ്കോയിലാണ് അവൾ താമസിച്ചത്. എന്നാൽ നഗരജീവിതത്തിൽ സൂസൻ ഒട്ടും തന്നെ സന്തുഷ്ടയായിരുന്നില്ല. തിരക്കേറിയ ഒരു നഗരത്തിന്റെ ഭാഗമായിട്ട് ജീവിക്കുക എന്നത് അവളുടെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ജീവിത സാഹചര്യമാണ് അവളെ നഗരവാസിയാക്കിയത്. സൂസൻ മോണിക്ക സമാധാനത്തോടെ ശാന്തമായിട്ട് കഴിയുവാനായിട്ട് ആഗ്രഹിച്ച സ്ത്രീയായിരുന്നു. എല്ലായ്പ്പോഴും ഒറ്റയ്ക്കിരിക്കുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു. പക്ഷേ സാൻ ഫ്രാൻസിസ്കോ പോലെയുള്ള ഒരു വലിയ നഗരത്തിൽ അതിന് പലപ്പോഴും കഴിയാറില്ല. പല രാത്രിയിലും ജോലിയും കഴിഞ്ഞ് ക്ഷീണിതയായിട്ട് തൻ്റെ അപ്പാർട്ട്മെന്റിൽ ഇരിക്കുമ്പോൾ ഈ നശിച്ച നഗരത്തിൽ നിന്നും മാറി ദൂരെ എവിടെയെങ്കിലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ജീവിക്കുന്നതിനെക്കുറിച്ച് അവൾ സ്വപ്നം കാണുമായിരുന്നു. അവിടെ ഒരു ഫാം നിർമ്മിക്കണം, എന്നിട്ട് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കണം. ഇതായിരുന്നു അവൾ കണ്ട സ്വപ്നം. വർഷങ്ങൾക്ക് ശേഷം 1991 തനിക്ക് 43 വയസ്സുള്ളപ്പോൾ സൂസൻ ആ സ്വപ്നം ഒരു യാഥാർത്ഥ്യമാക്കി. അതേ വർഷം ഒറിഗോണിലെ വെയ്മർ എന്ന ചെറിയ പട്ടണത്തിനോട് ചേർന്നുള്ള ഒരു വനത്തിന്റെ ഉള്ളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 20 ഏക്കർ സ്ഥലം അവൾ വാങ്ങി. സൂസൻ ആ സ്ഥലം വാങ്ങിയ സമയത്ത് അതിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. താമസിക്കുവാനായിട്ട് കൊള്ളാവുന്ന ഒരു വീടോ ചുറ്റുവേലിയോ മൃഗങ്ങളെ വളർത്തുവാനുള്ള കൂടുകളോ സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുവാനുള്ള സ്ഥലമോ മതിയായിട്ടുള്ള ജലസേചന സൗകര്യമോ വൈദ്യുതിയോ അങ്ങനെ തുടങ്ങിയ ഒരു സെപ്റ്റിക് സിസ്റ്റം പോലും അവിടെ ഉണ്ടായിരുന്നില്ല. വെറും മണ്ണ്, അതാണ് അവൾ വാങ്ങിച്ചു കൂട്ടിയത്. കാരണം അതൊരു വനപ്രദേശമാണ്. ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ സൂസന് വേണ്ടതും ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഈ പ്രോപ്പർട്ടി അവളെ മറ്റാളുകളിൽ നിന്നും വളരെ അകലെയാക്കും. അവൾ ആഗ്രഹിച്ച ഏകാന്തതയും കിട്ടും. ഇവിടെ തൻ്റെ ചിരകാല സ്വപ്നമായിട്ടുള്ള ഫാം നിർമ്മിക്കുവാനായിട്ട് സൂസൻ തീരുമാനിച്ചു. ഒരു എഞ്ചിനീയർ ആയതുകൊണ്ട് കെട്ടിടങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ബലവത്തായിട്ട് നിർമ്മിക്കുവാൻ അവൾക്ക് നന്നായിട്ട് അറിയാം. കൂടാതെ അവൾ ശക്തിയായിട്ടുള്ളൊരു സ്ത്രീയാണ്. കഠിനാധ്വാനം ചെയ്യുവാനായിട്ട് യാതൊരു മടിയുമില്ല. വൈകാതെ സൂസൻ സാൻ ഫ്രാൻസിസ്കോയിലെ ജോലിയെല്ലാം മതിയാക്കി നേരെ വെയ്മറിലെത്തി. വനത്തിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന മൺ റോഡിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ തന്റെ പ്രോപ്പർട്ടിയുടെ മുൻപിലെത്തി. വിശാലമായതും കാഠിന്യവുമുള്ള ആ മണ്ണ് കണ്ടതും അവളിൽ ആവേശം നിറഞ്ഞു. ആ 20 ഏക്കർ പരിപൂർണമായിട്ടും ശൂന്യമാണെങ്കിലും തന്റെ വീട് പോലെയാണ് അവൾക്കത് കണ്ടപ്പോൾ തോന്നിയത്. പിന്നീട് വന്ന കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ജോലിക്കാരുടെ സഹായത്തോടെ അവിടെ ഒരു ചെറിയ ഫാം അവൾ നിർമ്മിച്ചു. സ്ഥലത്തിന് ചുറ്റുമായിട്ട് വേലികൾ പണിതു. വൈദ്യുതിയും വാട്ടർ കണക്ഷനും എത്തിച്ചു. ജോലിക്കാർക്ക് താമസിക്കുവാനായിട്ടൊരു കെട്ടിടവും അതുപോലെ തനിക്ക് താമസിക്കുവാനായിട്ട് മറ്റൊന്ന് നിർമ്മിച്ചു. മൃഗങ്ങൾക്ക് വേണ്ടി കൂടുകളും പണിതു. അങ്ങനെ ഫാമിന്റെ നിർമ്മാണം പൂർത്തിയായി. അപ്പോഴാണ് ആ യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കിയത്. ഒരു ഫാം നിർമ്മിക്കുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ബുദ്ധിമുട്ടുള്ള കാര്യം ഇതാണ്:
ഫാമിനെ വേണ്ട വിധം എല്ലാ ദിവസവും പരിപാലിക്കണം, എന്നും മൃഗങ്ങളെ നോക്കണം. അതിൻ്റെ കൂടെ തൻ്റെ കാര്യവും ജോലി സംബന്ധമായിട്ടുള്ള ചില പ്രൊജക്റ്റുകളും ചെയ്യണം. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്തു തീർക്കുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല ഇത്. അതുകൊണ്ട് ഫാമിൻ്റെ കാര്യങ്ങൾ നോക്കുവാനായിട്ട് ജോലിക്കാരെ നിയമിക്കേണ്ടി വരും. അവൾ ആഗ്രഹിച്ചത് ഏകാന്തതയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടതും. എന്നാൽ അതിന് നടക്കില്ല. അതാണ് യാഥാർത്ഥ്യം. പക്ഷേ വേറെ വഴിയുമില്ല. അതുകൊണ്ട് ഫാമിൽ ജോലികൾ ചെയ്യുവാനായിട്ട് ആളുകളെ ആവശ്യമുണ്ട് എന്നെഴുതിയ നോട്ടീസുകൾ അവൾ അച്ചടിച്ചു. എന്നിട്ട് ആ നോട്ടീസുകൾ വെയ്മർ പട്ടണത്തിൽ എല്ലായിടത്തും വിതരണം ചെയ്തു. അതോടെ നിരവധി ആളുകൾ ജോലി അന്വേഷിച്ച് ഫാമിലേക്ക് വരുവാൻ തുടങ്ങി. ഈ അപേക്ഷകരിൽ മിക്കവരും ഏതെങ്കിലും ഒരു ജോലി കണ്ടെത്തുവാനായിട്ട് കഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു. ഇവരിൽ പലരും നിയന്ത്രണമില്ലാത്ത ജീവിത രീതി ഉള്ളവരാണ്. ഒരിടത്ത് കുറച്ചു കാലം ജോലി നോക്കും, പിന്നെ അത് ഉപേക്ഷിച്ച് അടുത്ത ജോലിക്ക് പോകും. അതുകൊണ്ട് അവർക്ക് സ്ഥിരമായിട്ട് ജോലി കൊടുക്കുവാനായിട്ട് ഒരുവിധപ്പെട്ട ആരും തയ്യാറല്ല. വേറെ ചിലർക്കാകട്ടെ മുൻകാല ക്രിമിനൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. ഇതുമൂലം അവർക്കും ആരും ജോലി കൊടുക്കില്ല. എന്നാൽ സൂസൻ ആകട്ടെ മറ്റുള്ളവരെ പോലെ ഇതൊന്നും പരിഗണിച്ചില്ല. അവൾ അവരോട് ആവശ്യപ്പെട്ടത് ഒരേ ഒരു കാര്യമാണ്: നന്നായിട്ട് ജോലിയെടുക്കണം. തൻ്റെ ഫാമിൽ ഇപ്പോഴുള്ളത് വളരെ സമാധാനപരമായിട്ടുള്ള ശാന്തമായിട്ടുള്ള അന്തരീക്ഷമാണ്. അതിനെ ബഹുമാനിക്കണം, അതുപോലെ നിലനിർത്തുകയും വേണം. നിങ്ങൾ നിങ്ങളുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യുക, എന്നെ എൻ്റെ പാട്ടിന് വെറുതെ വിടുക. അതിന് തയ്യാറുള്ള ആളുകളെയാണ് അവൾ ജോലിക്കെടുത്തത്. അധികം വൈകാതെ ഫാമിനെ വലിയൊരു വിജയമാക്കി മാറ്റുവാനായിട്ട് സൂസന് കഴിഞ്ഞു. അങ്ങനെ 20 വർഷങ്ങൾ മുൻപോട്ട് പോയി. ഇതിനിടയിൽ സൂസന്റെ ഫാമിൽ 100 കണക്കിന് ആളുകൾ ജോലി ചെയ്യുവാനായിട്ട് വരികയും അതുപോലെ പോവുകയും ചെയ്തു. അതിന് കാരണം ഇങ്ങനെയുള്ള ജോലിക്കാരിൽ ഭൂരിപക്ഷം ആളുകളും സൂസനെ സഹായിക്കുവാനായിട്ട് ഒരു ചെറിയ കാലയളവിൽ കൂടുതൽ നിൽക്കാറില്ല. ഏതാനും ആളുകൾ മാത്രമാണ് കൂടുതൽ കാലം ജോലി ചെയ്തിട്ടുള്ളൂ. അവരെല്ലാവരും പുതിയ പുതിയ അവസരങ്ങൾ തേടി മുൻപോട്ട് പോയി. അപ്പോൾ സൂസൻ വീണ്ടും സഹായത്തിന് ആളുകളെ വേണമെന്ന് ആവശ്യപ്പെട്ട് അച്ചടിച്ച നോട്ടീസുകൾ വിതരണം ചെയ്യും. അതോടെ പുതിയ ആളുകൾ കടന്നു വരും. ഇവരെല്ലാവരും താൽക്കാലികമായിട്ടുള്ള തൊഴിലാളികൾ മാത്രമാണ്. അങ്ങനെ പിരിഞ്ഞു പോകുന്ന ആളുകളെപ്പറ്റി അവൾ കൂടുതലൊന്നും ചിന്തിക്കാറില്ല. അവരിപ്പോൾ എന്തെടുക്കുന്നു എന്നതിനെക്കുറിച്ചും അന്വേഷിക്കാറില്ല. തിരിച്ചും അതുപോലെ തന്നെ അവരാരും സൂസനുമായിട്ടും പരിചയം പുതുക്കാറുമില്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയത്. എന്നാൽ ആ അവസ്ഥയ്ക്ക് പെട്ടെന്നൊരു ദിവസം മാറ്റമുണ്ടായി. 2014 ജനുവരി 1. അന്ന് സൂസന് 66 വയസ്സുണ്ട്. തൻ്റെ ഫാമിന് പുറത്തായിട്ട് റോഡിനോട് ചേർന്നുള്ള പൂന്തോട്ടത്തിൽ സമാധാനത്തോടെ ഇരിക്കുകയായിരുന്നു അവർ. അപ്പോഴൊരു കാർ ഫാമിനെ ലക്ഷ്യമാക്കിയിട്ട് വരുന്നത് സൂസൻ കണ്ടു. വർഷങ്ങളായിട്ട് ആരും തന്നെ അവരെ സന്ദർശിക്കുവാനായിട്ട് ഇവിടേക്ക് വരാറില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു കാര്യവുമാണ്. സൂസൻ കൗതുകത്തോടെ ആ കാറിൻ്റെ വരവ് നോക്കിയിരുന്നു. ഫാമിലേക്ക് വന്ന ആ കാറിൽ ഉണ്ടായിരുന്നത് 3 ചെറുപ്പക്കാരാണ്. 2 യുവാക്കളും ഒരു യുവതിയും. സൂസൻ അവരോട് അവർ ആരാണെന്നോ എന്തിനാണ് ഇവിടേക്ക് വന്നതെന്നോ ചോദിക്കും മുൻപായിട്ട് അവർ തങ്ങളുടെ ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. അവർ ഇവിടേക്ക് വന്നത് അവരുടെ അച്ഛനായിട്ടുള്ള റോബർട്ട് ഹെയ്നിയെ തെരഞ്ഞാണ്. കുറച്ചു കാലം മുൻപ് അവരുടെ പിതാവ് സൂസന്റെ ഫാമിൽ ജോലി ചെയ്തിരുന്നു. അയാൾക്കൊരു ക്യാമ്പർ വാൻ ഉണ്ടായിരുന്നു. ആ വാൻ തൻ്റെ ഫാമിൽ പാർക്ക് ചെയ്യുവാനായിട്ട് അയാളെ സൂസൻ അനുവദിച്ചിരുന്നു. അയാൾ ആ വാനിൽ താമസിച്ചുകൊണ്ടാണ് ഫാമിലെ ജോലികളെല്ലാം ചെയ്തു വന്നത്. ഇപ്പോൾ ഈ കുട്ടികൾ അയാളെ തെരഞ്ഞു വന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്: അവരുടെ അച്ഛൻ ഓരോ 2 മാസം കൂടുമ്പോഴും മക്കളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ആ പതിവിന് വർഷങ്ങളായിട്ട് മുടക്കം വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ പതിവിന് ഒരു മാറ്റം വന്നിരിക്കുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് മക്കൾക്ക് അയാളെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അയാൾ എവിടെ പോയെന്ന് പോലും അവർക്കറിയില്ല. ഫോണിൽ ബന്ധപ്പെടാമെന്ന് വെച്ചാൽ റോബർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളുമല്ല. അതുപോലെ സ്ഥിരമായിട്ടുള്ളൊരു വിലാസവും അയാൾക്കില്ലായിരുന്നു. കുറച്ചു കാലം എവിടെയെങ്കിലും ജോലി ചെയ്യും, പിന്നെ അവിടെ വിട്ട് മറ്റെവിടേക്കെങ്കിലും പോകും. ഇതാണ് പതിവ്. അതുകൊണ്ട് തങ്ങളുടെ പിതാവിനെ എങ്ങനെ കണ്ടെത്താമെന്ന തെരച്ചിലായിരുന്നു ഈ 3 കുട്ടികളും. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ സൂസന്റെ ഫാമിലിയും എത്തിയത്. അവർ സൂസനോട്, നിങ്ങൾ ഞങ്ങളുടെ അച്ഛനായിട്ടുള്ള റോബർട്ട് ഹെയ്നിയെ ഓർക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ സന്ദർശനം പോലും അവരെ ഞെട്ടിച്ചിരിക്കുവാണ്. കാരണം മുൻപേ പറഞ്ഞല്ലോ, സൂസനെ കാണുവാനായിട്ട് അങ്ങനെ ആരും തന്നെ ഇവിടേക്ക് വരാറില്ല. അതിൻ്റെ കൂടെ റോബർട്ട് ഹെയ്നിയുടെ മക്കളാണ് ഇവരെന്നും അവർ തങ്ങളുടെ പിതാവിനെ അന്വേഷിക്കുകയാണെന്നും കൂടി അറിഞ്ഞപ്പോൾ ആ ഞെട്ടൽ ഇരട്ടിയായി. സൂസൻ അവരോട് ഇങ്ങനെ പറഞ്ഞു: കഴിഞ്ഞ വസന്തകാലത്ത് അവരുടെ അച്ഛൻ ഈ ഫാമിൽ ഒരു കെട്ടിടം നിർമ്മിക്കുവാനായിട്ട് ജോലി ചെയ്തിരുന്നു. തുടക്കത്തിൽ റോബർട്ട് ഫാമിൽ ഉണ്ടായിരുന്നത് എനിക്ക് വലിയ സഹായമായിരുന്നു. അയാൾ നല്ല കഠിനാധ്വാനിയും ശാന്തനുമാണ്. അയാൾക്ക് യജമാനനെ അളവറ്റ് സ്നേഹിക്കുന്ന ഒരു നായ ഉണ്ട്. എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അയാളുടെ രീതിയാകെ മാറുവാനായിട്ട് തുടങ്ങി. അപ്പോഴേക്കും റോബർട്ട് സൂസന്റെ ഫാമിൽ 5 മാസത്തോളം ജോലി ചെയ്തിരുന്നു. പോകെ പോകെ അയാൾ വളരെയധികം കുടിക്കുവാൻ തുടങ്ങി. ഫാമിന്റെ സുഗമമായിട്ടുള്ള പ്രവർത്തനത്തെയും അത് ബാധിച്ചു. ജോലി ഒന്നും ചെയ്യാതെ ദിവസത്തിന്റെ ഭൂരിഭാഗവും ചിലരോട് തനിക്ക് പ്രതികാരം ചെയ്യണമെന്ന് അയാൾ ആവർത്തിച്ച് പറയുമായിരുന്നു. അതിന് കാരണമായിട്ട് അയാൾ പറഞ്ഞത്,
തൻ്റെ കുട്ടികളിൽ ഒരാളെ ആരൊക്കെയോ ചേർന്ന് ആക്രമിച്ചു എന്നാണ്. ആ സമയത്ത് തൻ്റെ കുട്ടിയെ രക്ഷിക്കുവാനായിട്ട് താൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നോർത്ത് അയാൾക്ക് വലിയ കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ അമിതമായിട്ട് മദ്യപിച്ചു. 24 മണിക്കൂറും പ്രതികാരത്തെക്കുറിച്ച് ചിന്തിച്ചു. റോബർട്ടിൻ്റെ മാനസികാവസ്ഥ സൂസന് മനസ്സിലായി. എങ്കിലും അതവരെ ബാധിക്കുന്ന കാര്യമല്ല. അയാളുടെ ഈ പുതിയ ശീലം ഫാമിൻ്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് മാത്രമല്ല, അവിടെയുള്ള സമാധാന അന്തരീക്ഷവും തകർത്തു. അതുകൊണ്ട് അയാൾ എത്രയും പെട്ടെന്ന് പഴയതുപോലെ നോർമൽ ആയില്ലെങ്കിൽ പറഞ്ഞു വിടുവാനും പകരം വേറെ ഒരാളെ ജോലിക്കെടുക്കുവാനും സൂസൻ തീരുമാനിച്ചു. എന്നാൽ സൂസൻ അങ്ങനെ ചെയ്യും മുൻപ് ഒരു ദിവസം റോബർട്ട് നേരെ അവളുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പണം നിറച്ച ഒരു എൻവലപ്പ് നൽകി. താൻ വൈകാതെ മടങ്ങി വരുമെന്നും അതുവരെ തൻ്റെ നായെ ഒന്ന് നോക്കുമോ എന്നും ആവശ്യപ്പെട്ടു. അതിനുള്ള ചെലവിലേക്കാണ് ഈ പണം നൽകുന്നത്. പെട്ടെന്ന് അയാളുടെ ഈ ഭാവമാറ്റം കണ്ട് സൂസൻ ഞെട്ടിപ്പോയി. ഒടുവിൽ അയാളുടെ അപേക്ഷ പ്രകാരം അവർ ആ എൻവലപ്പ് എടുത്തു. ശരി, നിങ്ങൾ മടങ്ങി വരും വരെ നായെ ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. റോബർട്ട് സൂസന് നന്ദിയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. അതേ സമയത്ത് ഫാമിന് പുറത്ത് ഒരു വെളുത്ത കാർ കിടപ്പുണ്ടായിരുന്നു. റോബർട്ട് അതിൽ കയറുന്നത് കണ്ടു. കാറിൽ ആ സമയം അവനോടൊപ്പം ആരായിരുന്നു ഉള്ളത് എന്ന് അവർക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. തുടർന്ന് കാർ മുൻപോട്ട് നീങ്ങി അവരുടെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. അന്നാണ് അവസാനമായിട്ട് താൻ റോബർട്ടിനെ കണ്ടത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചത്. അതിനുശേഷം അയാളെക്കുറിച്ച് യാതൊന്നും കേട്ടിട്ടില്ല. റോബർട്ട് നോക്കുവാനായിട്ട് ഏൽപ്പിച്ച നായ ഇപ്പോഴും തൻ്റെ കൂടെയുണ്ട്. ഇത്രയുമാണ് ആ കുട്ടികളോട് സൂസൻ പറഞ്ഞത്. കൂടാതെ റോബർട്ടിൻ്റെ ക്യാമ്പർ വാനും ആ ഫാമിലി ഉപേക്ഷിച്ചാണ് അയാൾ പോയത്. അയാളുടെ ധാരാളം സാധനങ്ങൾ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലുണ്ട്. സൂസൻ കുട്ടികളെ അവരുടെ പ്രോപ്പർട്ടിയുടെ ഒരു വശത്തേക്ക് കൊണ്ടുപോയി. അവിടെ റോബർട്ടിൻ്റെ വാഹനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിലായിട്ട് അവരുടെ അച്ഛൻ ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം കുട്ടികളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ അച്ഛൻ്റെ ടൂൾ ബെൽറ്റും അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിലൊരു പന്തികേടുമുണ്ട്. റോബർട്ട് ഒരു ട്രാവലിംഗ് ഹാൻഡിമാൻ ആയിരുന്നു. ട്രാവലിംഗ് ഹാൻഡിമാനെ നമുക്ക് സഞ്ചരിക്കുന്ന പ്ലംബർ എന്നോ മെക്കാനിക് എന്നോ അങ്ങനെ എന്തും വിളിക്കാം. അവരുടെ കൈവശം ടൂൾസുകൾ അടങ്ങിയ ഒരു ബാഗ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും വീടുകളിൽ പൈപ്പ് കണക്ഷൻ ഡാമേജ് ആവുകയോ അല്ലെങ്കിൽ വഴിയിൽ ഏതെങ്കിലും വാഹനങ്ങൾ പെട്ടുപോവുകയോ ചെയ്താൽ അവിടെ എത്തിയിട്ട് റിപ്പയർ ചെയ്ത് കൊടുക്കലാണ് ഇവരുടെ ജോലി. അതുകൊണ്ട് അവരുടെ ശരീരത്തിലെ ഒരു അവയവം പോലെ ഈ ടൂൾ കിറ്റ് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. കാരണം എപ്പോഴാണ് ആവശ്യം വരികയെന്ന് പറയുവാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ളപ്പോൾ തങ്ങളുടെ പിതാവ് ഏതാനും മാസങ്ങൾ ഇവിടം വിട്ടു പോകുവാനായിട്ട് തീരുമാനിച്ചാൽ നിശ്ചയമായിട്ടും ഈ ടൂൾ കിറ്റും എടുത്തുകൊണ്ടേ പോകൂ. ഈ ഒരു ചോദ്യം അവരുടെ ഉള്ളിൽ ദഹിക്കാതെ കിടന്നു. ഒടുവിൽ കുട്ടികൾ സൂസനോട് നന്ദിയും പറഞ്ഞു പിരിഞ്ഞു. അവരുടെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ദയവായിട്ട് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുവാനും അഭ്യർത്ഥിച്ചു. ഉറപ്പായിട്ടും താനത് ചെയ്യാമെന്ന് സൂസൻ അവർക്ക് വാക്കും കൊടുത്തു. എന്നാൽ കാറിൽ കയറിയ 3 ചെറുപ്പക്കാരും നേരെ വീട്ടിലേക്കല്ല പോയത്, മറിച്ച് ജാക്സൺ കൗണ്ടിയിലെ ഷെരീഫിന്റെ ഓഫീസിലേക്കാണ്. അവിടെ എത്തിയിട്ട് തങ്ങളുടെ അച്ഛനെ കാണുവാനില്ല എന്നും ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു. പോലീസ് പരാതി സ്വീകരിച്ചുവെങ്കിലും അവർക്ക് അപ്പോഴേ അറിയാമായിരുന്നു ഇതൊരു തലവേദന പിടിച്ച കേസാകുമെന്ന്. കാരണം റോബർട്ട് സ്ഥിരമായിട്ടും ഒരിടത്ത് താമസിക്കുന്ന വ്യക്തിയല്ല, മേൽവിലാസം ഇല്ലാത്ത ഒരു മനുഷ്യൻ. അയാളെ ട്രാക്ക് ചെയ്യാമെന്ന് വെച്ചാൽ സെൽഫോൺ ഉപയോഗിക്കുന്ന ആളുമല്ല. പക്ഷേ ഈ കേസിൽ അവർക്ക് ആശങ്കപ്പെടുവാനായിട്ട് വേറെയും കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. സൂസൻ മോണിക്കയുടെ മൊഴി പ്രകാരം കാണാതാകുന്നതിന് മുൻപ് അയാൾ അമിതമായിട്ട് മദ്യപിക്കുവാനായിട്ട് തുടങ്ങിയിരുന്നു. കൂടാതെ തൻ്റെ കുട്ടികളെ ആക്രമിച്ചവരോട് പ്രതികാരം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. ഇവിടെ 2 സാധ്യതകളുണ്ട്. ഒന്ന്, അയാൾ പറഞ്ഞതുപോലെ ആരോടെങ്കിലും പ്രതികാരം ചെയ്തു കാണും. ചിലപ്പോൾ അതിനിടയിൽ ഒരു കൊലപാതകം വരെ നടന്നിരിക്കാം. അതിനുശേഷം ഒളിവിൽ പോയിരിക്കാം. 2, ചിലപ്പോൾ കൊല്ലപ്പെട്ടത് റോബർട്ട് ആയിരിക്കാം. എന്തു തന്നെയാണെങ്കിലും അയാളെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഈ കേസ് വളരെ ഗൗരവമായിട്ടെടുത്തു. അവർ റോബർട്ടിന്റെ കുട്ടികളോട് ഇങ്ങനെ ചോദിച്ചു: ഞങ്ങൾക്ക് റോബർട്ടിനെ ട്രാക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്ന മറ്റ് എന്തെങ്കിലും അയാളുടെ കൈവശമുണ്ടോ? ആ സമയത്ത് ഈ കുട്ടികളിൽ ഒരാൾ പെട്ടെന്ന് പറഞ്ഞു: ഓ, ഞാനത് മറന്നുപോയി. എൻ്റെ അച്ഛന് EBT കാർഡുണ്ട്. അത് വെച്ചിട്ട് ട്രാക്ക് ചെയ്യുവാനായിട്ട് കഴിയും. EBT കാർഡ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബെനിഫിറ്റ് ട്രാൻസ്ഫർ കാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെയൊരു സംവിധാനമാണ്. ഈ കാർഡുകൾ ഉപയോഗിച്ച് ഗ്രോസറികൾ പോലെയുള്ള വസ്തുക്കൾ വാങ്ങാം. കൂടാതെ ഇത്തരം കാർഡുകൾ ട്രേസ് ചെയ്യാവുന്നതുമാണ്. അതോടെ പോലീസിന്റെ അന്വേഷണം ആ വഴിക്ക് നീണ്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം റോബർട്ടിന്റെ EBT കാർഡിന്റെ ഹിസ്റ്ററി അവർക്ക് കിട്ടി. അവസാനമായിട്ട് ഈ കാർഡ് ഉപയോഗിച്ചത് 1 മാസം മുൻപാണ്. അതാകട്ടെ സൂസന്റെ ഫാമിൽ നിന്നും ഏകദേശം 30 മിനിറ്റ് തെക്ക് പടിഞ്ഞാറുള്ള ഒരു വാൾമാർട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങുവാനാണ്. അവർ വേഗം ആ വാൾമാർട്ടിലേക്ക് പോയി. അവിടെയുള്ള CCTV ഫൂട്ടേജുകൾ പരിശോധിച്ചു. എന്നാൽ മണിക്കൂറുകളോളം തെരഞ്ഞിട്ടും റോബർട്ടിനെ മാത്രം കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷെ അയാളുടെ കാർഡ് ഉപയോഗിച്ച് സാധനം വാങ്ങിയ വ്യക്തിയെ വളരെ വ്യക്തമായിട്ടും അവർ കണ്ടു. അത് വേറെ ആരുമായിരുന്നില്ല, സൂസൻ മോണിക്ക ആയിരുന്നു. അന്നേ ദിവസം അവളാണ് റോബർട്ടിന്റെ EBT കാർഡ് ഉപയോഗിച്ചത്. ഷെരീഫിനും കൂട്ടർക്കും ചില സംശയങ്ങൾ തോന്നി. അവർ ഉടൻ തന്നെ വാൾമാർട്ട് വിട്ട് നേരെ ഓഫീസിലേക്ക് മടങ്ങി.
എന്നിട്ട് സൂസന്റെ ഫാം തിരയുവാനായിട്ട് ഒരു സെർച്ച് വാറന്റ് ഇഷ്യൂ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വാറന്റ് അനുവദിക്കപ്പെട്ടു. ജനുവരി 10 ഷെരീഫും ഏതാനും ഡെപ്യൂട്ടികളും സൂസന്റെ 20 ഏക്കർ പ്രോപ്പർട്ടിയിൽ എത്തുകയാണ്. എന്താണ് കാര്യമെന്ന് മനസ്സിലാകാതെ അവർ പുറത്തേക്ക് വന്നു. അവൾ അവരോട് എന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു. ഷെരീഫ് സൂസനോട്, ഞങ്ങൾക്ക് റോബർട്ട് ഹെയ്നിയുടെ തിരോധാനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഈ സ്ഥലം ഒന്ന് തിരയണം, അതിനുള്ള അനുവാദവുമുണ്ട്. സൂസൻ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും മുൻപായിട്ട് ഷെരീഫ് അവരോട് പറഞ്ഞു, ഒരു നിമിഷം, നമുക്ക് വീടിൻ്റെ അകത്തേക്കൊന്ന് പോകണം. എനിക്ക് നിങ്ങളുമായിട്ട് സ്വകാര്യമായിട്ട് ചിലത് സംസാരിക്കണം. ഇത് കേട്ട് ഞെട്ടിപ്പോയ സൂസൻ ശരി എന്ന് മാത്രം പറഞ്ഞു. എന്നിട്ട് ഷെരീഫിനെ തൻ്റെ വീട്ടിലേക്ക് നയിച്ചു. അതേ സമയത്ത് മറ്റു ഡെപ്യൂട്ടികൾ ആ സ്ഥലം മുഴുവനും അരിച്ചു പെറുക്കി തിരയുവാൻ തുടങ്ങി. സൂസന്റെ വീടിൻ്റെ ഉള്ളിൽ എത്തിയ ശേഷം ഷെരീഫ് അവരോട് ചോദിച്ചു, നോക്കൂ, കൃത്യമായിട്ടുള്ള തെളിവോടെയാണ് ഞാൻ വന്നിട്ടുള്ളത്. നിങ്ങൾ റോബർട്ടിൻ്റെ EBT കാർഡ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ക്യാമറയിൽ കണ്ടു. നിങ്ങളത് മോഷ്ടിച്ചതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മര്യാദയ്ക്കിപ്പോൾ റോബർട്ട് എവിടെയാണെന്ന് നിങ്ങൾ പറയണം, അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാവും. ഷെരീഫ് ഇത് പറഞ്ഞതും സൂസന്റെ മുഖത്തെ ഞെട്ടലും ഭയവും പെട്ടെന്ന് മാറി. അവരുടെ മുഖത്തൊരു ആശ്വാസം കാണപ്പെട്ടു. അവൾ പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ അവൻ്റെ EBT കാർഡ് മോഷ്ടിച്ചിട്ടില്ല. അവനാണ് എനിക്കത് നൽകിയത്. അതോടൊപ്പം ഒരു എൻവലപ്പ് നിറയെ പണവും നൽകി. 4 മാസം മുൻപ് അയാൾ ഇവിടെ നിന്നും പോയപ്പോൾ എന്നോട് പറഞ്ഞത് ആ പണം ഉപയോഗിച്ച് അവൻ്റെ നായയ്ക്ക് ഡോഗ് ഫുഡ് വാങ്ങിക്കൊടുക്കണമെന്നാണ്. അവൻ പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞതുകൊണ്ട് അയാൾ എന്നെ ഏൽപ്പിച്ച പണമെല്ലാം തീർന്നു. അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ EBT കാർഡ് ഉപയോഗിച്ചത്. അതോടൊപ്പം സൂസൻ മറ്റൊരു ചോദ്യവും ചോദിച്ചു, സാർ, ഞാൻ റോബർട്ടിൻ്റെ കാർഡ് മോഷ്ടിച്ചുവെന്ന് കരുതുക. അത് വെച്ച് എനിക്കെന്ത് ചെയ്യുവാനായിട്ട് കഴിയും? അത് ഉപയോഗിക്കണമെങ്കിൽ ഒരു പിൻ നമ്പർ വേണം. റോബർട്ട് എനിക്ക് ഈ കാർഡും അതോടൊപ്പം പിൻ നമ്പറും നൽകിയിരുന്നു. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുവാനായിട്ട് കഴിഞ്ഞത്. മോഷ്ടിച്ച കാർഡാണെങ്കിൽ അത് എങ്ങനെ സാധിക്കും? സൂസന്റെ ആ ചോദ്യം വളരെ ന്യായവും യുക്തിയും ഉള്ളതാണ്. എങ്കിലും ഷെരീഫിന് സൂസൻ എന്തോ ഒളിക്കുന്നുണ്ട് എന്നൊരു തോന്നലുണ്ടായി. നിമിഷം കഴിയും തോറും ആ തോന്നൽ ശക്തിപ്പെട്ടു. അതുകൊണ്ട് അയാൾ തിരിച്ചും മറിച്ചും നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ സൂസൻ തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഷെരീഫിനും തോന്നിത്തുടങ്ങി, ഒരു പക്ഷേ സൂസൻ പറയുന്നത് സത്യമായിരിക്കാം. ഈ അന്വേഷണം വെറുതെ ആയിരിക്കുന്നു. കേസ് മുൻപോട്ട് നീക്കുവാനായിട്ട് ഒരു തുമ്പുമില്ല. അയാൾ നിരാശയോടെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാനായിട്ട് എഴുന്നേറ്റു. അപ്പോഴാണ് ഫാം തെരഞ്ഞുകൊണ്ടിരുന്ന ഡെപ്യൂട്ടികളിൽ ഒരാൾ വിളറി വിയർത്ത് ഓടിപ്പാഞ്ഞ് ഉള്ളിലേക്ക് വന്നത്. അയാൾ ഷെരീഫിന്റെ ചെവിയിൽ രഹസ്യമായിട്ട് എന്തോ പറഞ്ഞു. ഡെപ്യൂട്ടി ഇപ്പോൾ പറഞ്ഞത് കേട്ട് വിശ്വസിക്കുവാൻ കഴിയാത്തതുപോലെ അയാളുടെ മുഖഭാവം മാറി. അയാൾ ഒരു ദീർഘശ്വാസം എടുത്തു. എന്നിട്ട് സൂസനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, മേഡം, നിങ്ങളിപ്പോൾ ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് ഒന്ന് വരണം. സൂസന് ഒന്നും മനസ്സിലായില്ല. പോലീസ് വേഗം അവരെ അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിൽ എത്തിച്ചു. എന്നിട്ട് ഒരു ചെറിയ ഇൻട്രോഗേഷൻ റൂമിലേക്ക് നയിച്ചു. അവിടെ അവരെ ഇരുത്തി. സൂസൻ വളരെ ആശങ്കയോടെ ചുറ്റും നോക്കി. എന്താണ് ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. അല്പസമയം കഴിഞ്ഞ ഷെരീഫ് ആ മുറിയിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ക്യാമറ റെക്കോർഡിംഗ് മൂഡിലാക്കി. അയാൾ സൂസനോട് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചു, മേഡം, നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ വെച്ച് ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? ഈ ചോദ്യം കേട്ടതും അവരാകെ വിളറി വെളുത്തു. ഇനി മറച്ചു വയ്ക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി. അവർ അവിടെ വെച്ചൊരു കുമ്പസാരം നടത്തി. ആ മുറിയിൽ വെച്ചവർ ഷെരീഫിനോട് പറഞ്ഞ കഥ ഞെട്ടിക്കുന്നതും അതോടൊപ്പം വളരെ ഭീകരവുമായിരുന്നു. പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ അതൊരു ഹെഡ്ലൈൻ വാർത്തയായിട്ട് മാറി. അന്ന് സൂസൻ മോണിക്ക ഷെരീഫിനോട് പറഞ്ഞ കഥ അതിതാണ്. റോബർട്ട് ഹെയ്നി തൻ്റെ നായയെയും അതിനെ സംരക്ഷിക്കുവാനുള്ള പണവും EBT കാർഡും അതിൻ്റെ പാസ്വേഡും നൽകിയിട്ട് അവളുടെ ഫാമിൽ നിന്നും ഒരു ദിവസം പുറത്തേക്ക് പോയി. പോലീസിനോടും റോബർട്ടിൻ്റെ കുട്ടികളോടും അവൾ ആദ്യം പറഞ്ഞ കഥ ഇതാണ്. അത് 100% സത്യവുമാണ്. എന്നാൽ അതിനുശേഷവും ചില കാര്യങ്ങളുണ്ടായി. അതവൾ വളരെ തന്ത്രപൂർവ്വം മറച്ചു വെച്ചു. അവൾ മറച്ചു വെച്ച ആ യാഥാർത്ഥ്യം അതിതാണ്. അന്ന് ആ കാറിൽ കയറി പോയതിനു ശേഷം രാത്രിയിൽ എപ്പോഴോ റോബർട്ട് ആ ഫാമിലേക്ക് മടങ്ങി വന്നു. എന്നാൽ സൂസൻ അയാൾ തിരിച്ചു വന്ന കാര്യം അറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ മൃഗങ്ങൾക്ക് തീറ്റ നൽകുവാനായിട്ട് അവർ പുറത്തിറങ്ങി. അപ്പോൾ പന്നിക്കൂട്ടിൽ വളരെ അസാധാരണമായിട്ടുള്ളൊരു കാഴ്ച കണ്ടു. അതിരാവിലെ ആ സമയത്ത് പന്നികളെല്ലാം നിലത്ത് കിടക്കാറാണ് പതിവ്. ഏതാനും ചിലത് മാത്രം എഴുന്നേറ്റ് നടക്കുന്നുണ്ടാവും. എന്നാൽ ഇന്ന് പതിവിന് വിപരീതമായിട്ട് പന്നികളെല്ലാം വിശാലമായിട്ടുള്ള കൂടിൻ്റെ മധ്യത്തിലായിട്ട് ഒരു വൃത്തത്തിൽ കൂട്ടം കൂടി നിൽക്കുന്നു. അവയെല്ലാം നിലത്ത് കിടക്കുന്ന എന്തോ ഒന്ന് ആഹരിക്കും പോലെയാണ് തോന്നിയത്. സൂസൻ തൻ്റെ കൈവശമുള്ള തീറ്റയും വലിച്ചെറിഞ്ഞ് വേലിയും തുറന്ന് പന്നിക്കൂട്ടിലേക്ക് ഓടി. എന്നിട്ട് പന്നികളെ കഷ്ടപ്പെട്ട് തള്ളി മാറ്റി മുൻപോട്ട് നീങ്ങി. ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു അവൾ അവിടെ കണ്ടത്. തലേ ദിവസം യാത്ര പറഞ്ഞു പോയ റോബർട്ട് അവിടെ അതാ നിലത്ത് കിടക്കുന്നു. അയാൾ കമിഴ്ന്നാണ് കിടക്കുന്നത്. പന്നികൾ അയാളുടെ വയറ് കടിച്ചു കീറി ഉള്ളിലുള്ള കുടൽ മാലകൾ കഴിക്കുന്ന തിരക്കിലായിരുന്നു. അതിലും ഞെട്ടിക്കുന്ന കാര്യം, റോബർട്ടിന് അപ്പോഴും ജീവനുണ്ടായിരുന്നു. അയാൾ തൻ്റെ കൈ നീട്ടി സഹായത്തിന് വേണ്ടിയിട്ട് ദുർബലമായിട്ട് ഞരങ്ങുന്നുണ്ട്. സൂസൻ തനിക്ക് കഴിയും പോലെ പന്നികളെ റോബർട്ടിൽ നിന്നും വലിച്ചെടുക്കുവാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അവൾക്കതിന് കഴിഞ്ഞില്ല.
പൂർവാധിക മാർത്തിയോടെ നരമാംസം നുണയുവാനായിട്ട് അക്രമാസക്തമായിട്ട് അവ പാഞ്ഞു വരികയാണ്. അയാളെ അവിടെ നിന്നും എടുത്തു മാറ്റിയാലോ എന്നവർ ചിന്തിച്ചു. പക്ഷെ അതുകൊണ്ടും വലിയ പ്രയോജനമുണ്ടാകില്ല. റോബർട്ട് ഏകദേശം 2 കഷ്ണമായിട്ട് മാറുവാനായിട്ട് ഇനി അധികം നേരമെടുക്കില്ല. അവനെ വലിച്ചു നീക്കുവാനായിട്ട് ശ്രമിച്ചാലും അതും ഒരു മരണ കാരണമായേക്കും. അതായിരുന്നു അവസ്ഥ. ആ നിമിഷം സൂസൻ തനിക്ക് ശരിയാണെന്ന് തോന്നിയ ഒരു കാര്യം ചെയ്തു. അവൾ പന്നി ഫാമിൽ നിന്ന് നേരെ വീട്ടിലേക്ക് ഓടി. എന്നിട്ടൊരു ഷോട്ട് ഗൺ എടുത്തുകൊണ്ടുവന്നു. അത് ഉയർത്തി റോബർട്ടിനെ വെടിവെച്ചു കൊന്നു. സൂസൻ ഇതേക്കുറിച്ച് ഷെരീഫിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതൊരു കാരുണ്യ പ്രവൃത്തിയായിരുന്നു. നരകവേദന എടുത്തുള്ള മരണത്തിൽ നിന്നും ദയാവധം നൽകി താൻ അവനെ രക്ഷിക്കുകയാണ് ചെയ്തത്. റോബർട്ട് മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ തൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നീട് 3 ദിവസത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയില്ല. 3-ാമത്തെ ദിവസം പന്നിക്കൂട്ടിലെത്തിയപ്പോൾ കണ്ടത് പന്നികൾ ആഹരിക്കാതെ മിച്ചം വെച്ചിരിക്കുന്ന റോബർട്ടിന്റെ ഏതാനും അവശിഷ്ടങ്ങൾ മാത്രമാണ്. ഒരു ബാഗ് എടുത്തുകൊണ്ടുവന്ന് ബാക്കി ഉണ്ടായിരുന്ന റോബർട്ടിന്റെ അവശിഷ്ടങ്ങൾ അതിൽ നിറച്ചു. എന്നിട്ട് ആ ബാഗ് ഫാമിലെ വേസ്റ്റുകൾ ഇടുന്ന മാലിന്യ കൂമ്പാരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ റോബർട്ടിന്റെ അവശിഷ്ടങ്ങൾ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ആയിരുന്നില്ല അവർക്ക് കിട്ടിയത്. ഷെരീഫ സൂസനുമായിട്ട് അവരുടെ വീട്ടിൽ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന ഡെപ്യൂട്ടി അയാളുടെ ചെവിയിൽ പറഞ്ഞത് ഇതായിരുന്നു: ഞങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയുടെ നടുവിൽ നിന്നും ഒരു ബാഗിൽ അടച്ച നിലയിൽ ഒരു മനുഷ്യന്റെ അഴുകിയ കാൽ കിട്ടിയെന്നാണ്. അത് റോബർട്ടിന്റെ കാലായിരുന്നു. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ആ ബാഗ് മാലിന്യ കൂമ്പാരത്തിലേക്കാണ് വലിച്ചെറിഞ്ഞത്. ചിലപ്പോൾ ഏതെങ്കിലും വന്യമൃഗം വന്ന് അത് വലിച്ചെറിച്ചതാവും. സൂസന്റെ ഈ ഉത്തരം കേട്ടതിന് ശേഷം ഇനി എന്താണ് അവരോട് ചോദിക്കേണ്ടതെന്ന് ഷെരീഫിന് അറിയില്ലായിരുന്നു. എങ്കിലും അയാൾ ചോദിച്ചു: നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെ എന്നിരിക്കട്ടെ, പക്ഷെ നിങ്ങൾ റോബർട്ടിനെ കണ്ടപ്പോൾ എന്തുകൊണ്ട് 911 വിളിച്ചില്ല? ഒരു പക്ഷേ ഞങ്ങൾക്ക് അവനെ രക്ഷിക്കുവാനായിട്ട് കഴിയുമായിരുന്നു. അതുമല്ലെങ്കിൽ അവൻ മരിച്ചതിന് ശേഷം എന്തുകൊണ്ട് ആരോടും ഈ കാര്യങ്ങൾ പറഞ്ഞില്ല? അതിന് സൂസൻ കൊടുത്ത മറുപടി ഇതാണ്: സാർ, ഞാനിതെങ്ങനെ മറ്റുള്ളവരോട് പറയും? എൻ്റെ പന്നികൾ നരഭോജനം ചെയ്തുവെന്ന് വാർത്ത വന്നാൽ അതോടെ എല്ലാം തീരും. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് വേഗം വന്ന് അവിടെയുള്ള എല്ലാ പന്നികളെയും കൊലപ്പെടുത്തും. അതോടെ എൻ്റെ ആകെയുള്ള വരുമാന മാർഗം നഷ്ടപ്പെടും. സൂസൻ തൻ്റെ പന്നികളെ കശാപ്പ് ചെയ്ത് അതിൻ്റെ മാംസം പട്ടണത്തിലാണ് വിൽക്കുന്നത്. തൻ്റെ പന്നികൾ നരഭോജികളാണെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ അതോടെ ഫാം പൂട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഇക്കാര്യം ആരെയും അറിയിക്കാത്തത്. അതിനുശേഷം നരഭോജികളായ പന്നികളെ കശാപ്പ് ചെയ്ത് അതിൻ്റെ മാംസം അവൾ പട്ടണത്തിൽ എത്തിച്ച് വിൽക്കുകയും ചെയ്തു. സൂസൻ പറയുന്നത് മുഴുവനും സത്യമാണോ എന്ന് ഉറപ്പാക്കുവാനായിട്ട് അവർ ഒരു പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കുവാനായിട്ട് തീരുമാനിച്ചു. സൂസനും അതിന് സമ്മതിച്ചു. പക്ഷേ പോളിഗ്രാഫ് ടെസ്റ്റ് എടുക്കുവാനായിട്ടിരുന്നപ്പോൾ അവൾ വളരെ നാടകീയമായിട്ട് തുടരെ ശ്വാസം എടുക്കുകയും വളരെ കൃത്രിമമായിട്ട് അടുപ്പിച്ചടുപ്പിച്ച് ചുമയ്ക്കുകയും ചെയ്തു. ഇതുമൂലം ടെസ്റ്റ് എടുത്ത ഉദ്യോഗസ്ഥന് കൃത്യമായിട്ടുള്ള റീഡിംഗ് കിട്ടിയില്ല. ആദ്യത്തെ പോളിഗ്രാഫ് ടെസ്റ്റിന്റെ ഫലം പരാജയമായിരുന്നു. പോലീസ് വീണ്ടും മറ്റൊരു ടെസ്റ്റ് എടുക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ആ ടെസ്റ്റിലും അവൾ മുൻപ് ചെയ്തതുപോലെ ചെയ്യുവാൻ തുടങ്ങി. അതോടെ അവർ ആ ടെസ്റ്റ് അവിടെ നിർത്തിവെച്ചു. എന്നിട്ട് വളരെ കർക്കശമായിട്ട് ഇങ്ങനെ പറഞ്ഞു: എന്നാൽ കേട്ടോളൂ, ഞങ്ങൾ നിങ്ങളുടെ ഫാം ഒന്നുകൂടി അരിച്ചു പെറുക്കി വിശദമായിട്ട് തിരയുവാനായിട്ട് പോവുകയാണ്. ആ ഫാമിൽ നിങ്ങൾ ഞങ്ങളോട് ഇതുവരെയും പറയാത്ത എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ പ്രശ്നത്തിലാവും. കാരണം നിങ്ങൾ എന്ത് ഒളിപ്പിച്ചു വെച്ചാലും ഞങ്ങളത് കണ്ടെത്തും. ഇത് കേട്ടതും സൂസൻ തൻ്റെ അഭിനയം നിർത്തി. അവൾ പോലീസുകാരെ അല്പസമയം നോക്കിയിരുന്നു. എന്നിട്ട് തനിക്കൊരു പേനയും കടലാസും വേണമെന്ന് ആവശ്യപ്പെട്ടു. പോലീസ് കൊടുത്ത പേപ്പറിൽ അവൾ എന്തോ വരയ്ക്കുവാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൾ തൻ്റെ ഫാമിൻ്റെ മാപ്പ് വരച്ചു തീർത്തു. അതിൻ്റെ മധ്യത്തിലായിട്ട് വലിപ്പത്തിൽ എക്സ് എന്ന അക്ഷരം എഴുതിയിരുന്നു. ആ കടലാസ് ഷെരീഫിന് നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു: നിങ്ങൾ ആ എക്സ് എന്ന് അടയാളപ്പെടുത്തിയ സ്ഥലത്ത് പരിശോധിച്ചാൽ മതി. അവിടെ സ്റ്റീവനുണ്ട്. ഓഫീസർമാർക്ക് ഒന്നും മനസ്സിലായില്ല. അവർ ചോദിച്ചു: ആരാണ് ഈ സ്റ്റീവൻ? ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നത് റോബർട്ടിനെ കുറിച്ചാണ്. നിങ്ങളിപ്പോൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? സാർ, റോബർട്ട് മാത്രമല്ല, എൻ്റെ പ്രോപ്പർട്ടിയിൽ വെച്ച് മരിച്ച ആദ്യത്തെ ഫാം ഹാൻഡ്. 2012 റോബർട്ടിനെ നിയമിക്കുന്നതിനും 1 വർഷം മുൻപ് എനിക്ക് മറ്റൊരു സഹായി ഉണ്ടായിരുന്നു. അവൻ്റെ പേര് സ്റ്റീഫൻ ഡെലിസിയോ എന്നാണ്. സ്റ്റീഫനും മേൽ പറഞ്ഞ റോബർട്ടിനെ പോലെയാണ്. വളരെ ശാന്തനായിരുന്നു, കഠിനമായിട്ട് അധ്വാനിക്കും. എന്നാൽ ഒരു ഘട്ടത്തിൽ ഇരുവർക്കും തമ്മിൽ വലിയ വിയോജിപ്പുണ്ടായി. സ്റ്റീഫൻ തൻ്റെ വീട്ടിൽ നിന്നും തോക്കുകൾ മോഷ്ടിക്കുന്നുണ്ടോ എന്ന് സൂസന് സംശയമുണ്ടായി. ഒരു ദിവസം തൻ്റെ തോക്കവൻ എടുക്കുന്നത് സൂസൻ കണ്ടു. ആ തോക്കിന് വേണ്ടിയിട്ട് ഇരുവരും പിടിവലിയായി. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് സൂസനും ഓർമ്മയില്ല. ഈ പിടിവലിക്കിടയിൽ അബദ്ധത്തിൽ തോക്കുപൊട്ടി. അതേ തുടർന്ന് സ്റ്റീഫൻ പന്നി ഫാമിൻ്റെ മധ്യത്തിലേക്ക് തലവഴി ഒഴുകുന്ന രക്തവുമായിട്ട് വേച്ച് നടന്നു. പിന്നെ അവിടെ വീണു. അടുത്ത നിമിഷം പന്നികൾ അവനെ ചുറ്റി വളഞ്ഞു. എന്നിട്ട് നരഭോജനം തുടങ്ങി. ഞെട്ടിപ്പിക്കുന്ന ഈ പുതിയ വെളിപ്പെടുത്തൽ കേട്ട് പോലീസ് വീണ്ടും ചോദിച്ചു: നിങ്ങൾ പറഞ്ഞതുപോലെയാണ് സംഭവിച്ചത് എങ്കിൽ എന്തുകൊണ്ട് 911 വിളിച്ചില്ല? അതിനും അവൾക്ക് പറയാനുള്ളത് പഴയ മറുപടിയായിരുന്നു: തൻ്റെ പന്നികൾ മനുഷ്യമാംസം കഴിച്ചുവെന്നറിഞ്ഞാൽ ഗവൺമെൻറ് അതിനെ കൊല്ലും. പിന്നീട് ആരും തൻ്റെ ഫാമിലെ മാംസം വാങ്ങാതെയാവും. അതുകൊണ്ടാണ് ഇത് രഹസ്യമാക്കി വെച്ചത്.
എത്ര അന്വേഷിച്ചിട്ടും പോലീസിന് സൂസൻ പറഞ്ഞതിനും അപ്പുറം മറ്റൊരു തെളിവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. സൂസൻ ഇരുവരെയും മനഃപൂർവ്വം കൊലപ്പെടുത്തിയെന്ന് സ്ഥാപിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. കോടതിയിൽ ഈ കേസിന്റെ വിചാരണ നടന്നപ്പോൾ ജൂറിയുടെ തീരുമാനമായിരുന്നു അന്തിമം. അവർക്ക് സൂസൻ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അവൾ രക്ഷപ്പെടും, മറിച്ചാണെങ്കിൽ ശിക്ഷിക്കപ്പെടും. എന്നാൽ ജൂറിയിലെ ഒരു അംഗം പോലും അവളെ വിശ്വസിച്ചില്ല. അവർ പറഞ്ഞത് സൂസൻ കള്ളം പറയുകയാണെന്നും മുൻകോപിയായിട്ടുള്ള സൂസൻ മനഃപൂർവ്വം സ്റ്റീഫനെയും റോബർട്ടിനെയും വെടിവെച്ച് കൊന്ന് തന്റെ പന്നികൾക്ക് തിന്നുവാനായിട്ട് എറിഞ്ഞു കൊടുത്തുവെന്നുമാണ്. പന്നികൾ അവരെ കഴിക്കും മുൻപ് അവർ മരിച്ചിരിക്കാമെന്ന് ഒരാശ്വാസത്തിനു വേണ്ടിയിട്ട് നമുക്ക് വിചാരിക്കാം. ഈ സ്ത്രീ കുറ്റവാളിയാണെന്ന് ജൂറി ഒന്നടങ്കം വിധി എഴുതി. അങ്ങനെ കഴിഞ്ഞ 2015 ഏപ്രിൽ 21 2ഓളം കൊലപാതകത്തിനും ശവശരീരത്തെ അപമാനിച്ചതിനും ഒന്നും അറിയാത്ത ജനങ്ങളെ ആ മാംസം കഴിപ്പിച്ചതിനുമടക്കം കുറഞ്ഞത് 50 വർഷം ജയിൽ ശിക്ഷ അവൾക്ക് വിധിച്ചു. സൂസൻ ഇപ്പോഴും ജയിലിലാണ്. അവളുടെ മരണവും ഒരു സെല്ലിന്റെ ഉള്ളിലായിരിക്കും. എന്നാൽ ഇതിനിടെ മറ്റൊരു കാര്യവും പുറത്തു വന്നിരുന്നു. പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സമയത്ത് സൂസൻ തന്റെ സഹതടവുകാരോട് ഒരു കാര്യം പറഞ്ഞു. തന്റെ പ്രോപ്പർട്ടിയിൽ വെച്ച് കൊല്ലപ്പെട്ടത് 2 മനുഷ്യർ മാത്രമല്ല, അവിടെ 17 ശവശരീരങ്ങളുണ്ട്. പക്ഷേ പോലീസിനെ കൊണ്ട് ഒരിക്കലും അത് കണ്ടെത്തുവാനായിട്ട് കഴിയില്ല എന്നുമാണ് അവൾ പറഞ്ഞത്. ഇതേ തുടർന്ന് പോലീസ് വീണ്ടും അവിടമാകെ അരിച്ചു പെറുക്കിയെങ്കിലും ഒന്നും കണ്ടെത്തുവാനായില്ല. ഇതാണ് സൂസൻ മോണിക്കയുടെ പന്നി ഫാമിന്റെ ഞെട്ടിക്കുന്ന കഥ. ഈ കഥ തീരുമ്പോൾ ഞാൻ ഓർക്കുന്നത് മറ്റൊരു കാര്യമാണ്. ഈ വിവരം പത്രങ്ങൾ വഴി അറിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? നരഭോജികളായ പന്നികളെയാണ് തങ്ങൾ ഇത്രയും കാലം കഴിച്ചത് എന്നറിയുമ്പോൾ അവരുടെ മനസ്സിലൂടെ കടന്നുപോയ വിചാരങ്ങൾ എന്തൊക്കെയായിരിക്കും? വീടിനു ചുറ്റും ഓടി നടന്ന് തൊണ്ടക്കുഴിയിൽ കൈ കുത്തി കയറ്റിയിട്ട് ഛർദ്ദിച്ചിട്ടോ ഏതെങ്കിലും ഒരു ആശുപത്രിയിലേക്ക് ഓടിക്കയറി എനിക്ക് എനിമ തായോ എന്ന് നിലവിളിച്ചിട്ടോ വല്ല കാര്യവുമുണ്ടോ? കഴിച്ചത് കഴിച്ചതാണ്. മറ്റൊരു അടിപൊളി കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.